ഇവിടെ വന്ന് കള്ളസത്യം ചെയ്താലും ചെയ്യിച്ചാലും ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു പള്ളിയാണത്. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചെന്ന് വെറുതെ പറയാം. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മള് പന്ത് കളിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള കളികളിലൊക്കെ നമ്മൾ പറയും കൊടിഞ്ഞപ്പള്ളിനെ പിടിച്ച് സത്യം ചെയ്തതിന്റെ കണ്ണിന്റെ കാഴ്ച പോകുന്നു, കണ്ണ് പൊട്ടുന്നാന്ന് പറയും. വാസ്തവത്തിലൂടെ കള്ളസത്യം ചെയ്തിട്ട് ചില ആൾക്കാർക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. വാസ്തവത്തിലൂടെ കള്ളസത്യം ചെയ്തിട്ട് ചില ആൾക്കാർക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിർത്തി, കുറച്ച് തള്ളു നിർത്തി. എനിക്ക് കുറച്ച് പറയണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഈ കാക്കാൻ്റെ പേരെന്താന്നാവേ? കൊടിഞ്ഞിപ്പള്ളിയാണ്. ഈ കൊടിഞ്ഞിപ്പള്ളി ചിലപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള കൊടിഞ്ഞിയായിരിക്കാം. ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ ക്രൂരമായി വധിക്കപ്പെട്ട കൊടിഞ്ഞി ആണെങ്കിൽ അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കൊടിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. ഇൻഷാ അല്ലാഹ് ഏതോ ആവട്ടെ, ഇനിയിപ്പോൾ ആ കൊടിഞ്ഞി ആവട്ടെ, ഏത് കൊടിഞ്ഞി ആവട്ടെ, സത്യം അത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. സത്യം റബ്ബുൽ കഅബ എന്നൊക്കെ സത്യം ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹിൻ്റെ നാമത്തിലാണ് അത് വരിക. അള്ളാഹുവിൻ്റെ നാമത്തിലല്ലാണ്ട് സത്യം ചെയ്യാൻ പാടില്ല കാക്കേ. എന്നിട്ടാണ് കള്ള സത്യം ചെയ്തിട്ട് കണ്ണ് പൊട്ടിയെന്ന്. എന്നിട്ട് എത്ര ആളെ കണ്ണാ പൊട്ടിക്കുന്നത്? ആരൊക്കെയാണത്? ആരെങ്കിലും കണ്ണ് എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പം എൻ്റെ കണ്ണ് കാഴ്ച കുറഞ്ഞ എന്ത് സത്യം ചെയ്തിട്ടാ? കള്ള സത്യം ചെയ്തിട്ടോ? നമ്മളവിടെ തെയ്യോട്ടേറുണ്ട് ഒരു പണ്ടൊക്കെ. അത് ഈ ഒടിയൻ മറുത പോലത്തെ അങ്ങനത്തെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഒടിയൻ എന്തപ്പല്ലാത്ത ഇപ്പോൾ എന്നാൽ ഒടിയൻ തല്ലുകൊണ്ട് തിരിയും. പണ്ട് ചിമ്മിണി വിളക്ക്, പാട്ട വിളക്ക്, മണ്ണെണ്ണ വിളക്ക്, അല്ലെങ്കിൽ ചൂട്ട്. അപ്പോൾ ഇർട്ടത്ത് ഉള്ള ആ ഒരു തരികിടായിരുന്നു അന്ന്. ആളുകൾക്ക് ഏകദേശം അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ആളുകൾ ഒക്കെ ഒന്നുകൂടിയൊക്കെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഈ സത്യം ചെയ്യൽ അതൊന്നും നടക്കൂല. പണ്ടത്തെ അന്ധവിശ്വാസമല്ല ഇന്ന് അന്ധവിശ്വാസികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലുള്ളവർ ഇവരെപ്പോലുള്ളവർ വല്ലാണ്ട് ഇടങ്ങേറായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് പൊട്ടിയ ആളുകൾ ആരൊക്കെ ഒന്ന് പറയുണ്ടോ? എനിക്കൊന്ന് പോയി കാണണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഓലൊരു ഇൻ്റർവ്യൂ അല്ലേ? ഇനി മരിച്ചു എന്ന് പറയണ്ട, മരിച്ചു വെച്ചാൽ മക്കളുണ്ടാവുമല്ലോ അല്ലേ? മക്കളെ ആരാളും ഞാൻ പോയി കാണാം. ഈ കൊടിഞ്ഞി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ്. അതിൻ്റെ കുറച്ചടുത്ത പ്രദേശങ്ങളൊക്കെ വെട്ടിച്ചിറ, അതുപോലെ തന്നെ പുത്തനത്താണി, അവിടെ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം നമ്മുടെ വിഷയം. അപ്പോൾ കണ്ണ് പൊട്ടിയെന്ന് ഈ കാക്ക പറയുന്നുണ്ട്. കാക്ക നിങ്ങളെ കണ്ണ് പൊട്ടി മരി നോട പറഞ്ഞാല് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇവിടെ നിങ്ങൾ കള്ളസത്യം ചെയ്താലും ചെയ്യിച്ചാലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇവിടെ ഇതിന് പ്രതിവിധിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അത്രയും മഹത്വമാണ് കൊടിഞ്ഞപ്പള്ളി. അതുപോലെ തന്നെ വളരെ അന്യ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും കൊടിഞ്ഞപ്പള്ളി സത്യത്തിന് വരാറുണ്ട്. മതമൈത്രി, മതസൗഹാർദ്ദം, മതലയനം ഒക്കെ അതെല്ലായാലും ഉണ്ട്. ഒരു വീഡിയോയുടെ കിടക്കുന്നുണ്ടായിരുന്നു. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 മതങ്ങൾ ഒന്നിച്ച് ഒരു ഖുറാഫാത്ത് ആചരിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. പറയും കാക്കേ. ചിലരൊക്കെ സത്യം ചെയ്യാമെന്ന് ധൈര്യസമയത്ത് ഇവിടെ വന്ന് ഈ നമ്മുടെ വാതിലിൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ ഒന്നും കൂടി ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ചരിത്രങ്ങൾ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായ ചരിത്രമാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പോയോക്കാം. പോയിട്ട് ആ ചരിത്രത്തിലുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണണം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? സത്യം എന്ന വിഷയത്തെക്കുറിച്ച് കള്ളങ്ങൾ മാത്രം പറയുന്ന കാക്ക. പാടിക്കോളിയും കാക്കേ. അന്യമതസ്ഥരും തന്നെ ഈ പള്ളിയെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അന്യമതസ്ഥര്, മറ്റേ മതസ്ഥര് അങ്ങനെയൊന്നുമില്ല. മനുഷ്യന്മാര് ഇവിടെ നിങ്ങളിപ്പോൾ പറയുന്ന പള്ളി എന്നുള്ള വിഷയമാണല്ലോ, ചർച്ചല്ലല്ലോ. അതായത് ക്രിസ്ത്യൻ പള്ളിയല്ലല്ലോ, മുസ്ലിം പള്ളിയല്ലേ. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട അള്ളാൻ്റെ കലാമിലുള്ള ആയത്താണത്. അള്ളാഹുവിനെ ആരാധിക്കുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട മസ്ജിദുകൾ. അതിൽ നിങ്ങൾ സത്യം ചെയ്യൽ, അതിന് ഒരു എമൗണ്ട് കിട്ടും. പിന്നെ എന്തെങ്കിലുമൊക്കെ മാമൂലായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്നിട്ട് ഈ പാവപ്പെട്ട
സാധുക്കളെ കൊടുന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തെറ്റിക്കഴിഞ്ഞാൽ സത്യം ഇന്നൊക്കെ അതിന് വേറെ നൂതന മാർഗങ്ങളുണ്ട് കാക്ക. ഒന്ന് നിങ്ങൾ മനസ്സിലായിക്കോളിയും, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത്. ആ പള്ളിയിലാണ് നിങ്ങൾ അല്ലല്ലാത്തവരെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിൽ നിന്നുകൊണ്ട്, ഇസ്ലാമിൻ്റെ വക്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിൻ്റെ ആളാണ് എന്നൊക്കെ ഉണ്ട് വരുത്തി തീർത്തുകൊണ്ട് തലയിലൊരു ടവലും കൗത്തിയിട്ട് വന്നിട്ട് ഈ സത്യത്തിൻ്റെയും കള്ളത്തിൻ്റെയും ഈ കള്ളസത്യത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പള്ളിനെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല കാക്ക. റബ്ബുൽ കഅബ എന്ന് പറഞ്ഞാൽ കഅബനെ അല്ല പറയണത്, അള്ളയാണ് റബ്ബുൽ കഅബ. കുറച്ചും കൂടിയും പറയും. നമ്മളെ പലർക്കും അറിയാത്ത ഒരു സംഗതി, നമ്മളെ കൊടിഞ്ഞിയിലുള്ള ചില അമുസ്ലിം സുഹൃത്തുക്കൾ, അവര് നിത്യക്കൂലിക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അവര് കൂലിവേല കഴിഞ്ഞ് വന്നാൽ ഒരു സംഖ്യ അവരൊരു പാത്രത്തിലിട്ട് വെച്ചിട്ട്, അതാണ് മെയിന്. ഇനി സത്യം ചെയ്യാനും വേണ്ട, നുണ പറയുകയാണെങ്കിലും വേണ്ട, കള്ളസത്യമാണെങ്കിലും വേണ്ട, സത്യക്കള്ളാണെങ്കിലും വേണ്ട, എന്താണെങ്കിലും വേണ്ട, പാത്രത്തിൽ പൈസ. ഇതിങ്ങനെ ആരാൻ്റെ പൈസ കൂലിപ്പണി എടുക്കുന്ന സാധുക്കളുടെ ആണെങ്കിലും വേണ്ട, ഇങ്ങനെ ചക്കാത്തിന് കിട്ടണം. എന്നിട്ടോ ഇതുപോലെയുള്ള ആളുകൾ എന്നിട്ട് ഈ ഒരു ഇത് പറഞ്ഞാൽ എന്താ അറിയോ, മുസ്ലിം വിഭാഗത്തിന് ഇപ്പോൾ കുറച്ചൊക്കെ ഖുർആനും സ്വഹീഹായ ഹദീസുകളൊക്കെ കുറച്ചൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ മറ്റുള്ള അവരെ ആക്ഷേപിക്കുന്നല്ല, ഇവർ പണം പിടുങ്ങാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സത്യം ചെയ്യൊന്നും വേണ്ട, തെറ്റ് ചെയ്യാതിരിക്കുക, സത്യം ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന അത് ഇതര മത ആദർശത്തിലുള്ള ആളുകളോടാണ് പറയുന്നത്. ദൈവം എന്നുള്ള ഏകദൈവമായ ആ ശക്തിയോട് ആണ് നമുക്കുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പള്ളി പിടിച്ച് സത്യം ചെയ്തിട്ട് ഓലിക്ക് പൈസയും കൊടുത്തിട്ട് എന്തിനാണ്, എന്താ അതിൻ്റെ ആവശ്യം? കുറച്ചും കൂടി പറയാണ്ട് ഇത് കേൾക്കട്ടെ. കൊടിഞ്ഞപ്പള്ളിക്ക് വേണ്ടി നേർച്ചാക്കി വെച്ചിരുന്നു. അതൊരു വർഷം കൂടുമ്പോ അവര് എണ്ണാറില്ല, എവിടെ കൊടുത്ത് നമ്മളെ തന്നിട്ട് നമ്മളാണ് എണ്ണീറ്റ് റെസീറ്റ് കൊടുക്കുന്നത്. നമ്മൾ എണ്ണീട്ട് റെസീറ്റ് കൊടുക്കും. എന്നിട്ട് ആ പൈസ എന്താ കിട്ടുക? കൊടിഞ്ഞപ്പള്ളി ഇങ്ങനെ തിന്നോ ആ പൈസ എടുത്തിട്ട്? അത് നിങ്ങൾ കൊണ്ടേ തിന്നോ? എന്തായാലും ഈ സത്യം ചെയ്യൽ എന്നുള്ള ആ ഒരു സംഭവം തെയ്യോട്ടുചിറ കാലി റോഡുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരു കുളം ഉണ്ടാവും. ആ കുളത്തിൽ കുളിച്ചിട്ട് അല്ലെങ്കിൽ മുങ്ങിയിട്ട് വന്നിട്ടുണ്ട് സത്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പീരാന്താകും, പിന്നെ അവൻ്റെ കണ്ണ് പൊട്ടും, പിന്നെ അവൻ്റെ ചെവി പൊട്ടും. ഇതെന്ത് സംഭവം എന്നറിയോ? പണ്ട് കാലത്ത് സത്യവും കള്ളസത്യവും എങ്ങനെ എന്താ പോട്ടെ, സത്യവും കള്ളമല്ലേ? ഓക്കെ, കള്ളസത്യം അല്ലല്ലോ, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, സത്യം എന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറയുകയാണെങ്കിൽ പിന്നെ അവൻ്റെ മനസ്സിലൊരു ബേജാറാണ്. അത് ആ ബോധമനസ്സിനപ്പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ്. ഓനിങ്ങനെ തോന്നുകയാണ്, ഓനിക്ക് എന്തൊക്കെയോ വരാൻ പോകുകയാണ്, എന്ത് വരാൻ പോകുന്നു, ഒരു തേങ്ങയും വരില്ല. ഇത് നിങ്ങളിവിടെ സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും അതിൻ്റെയൊക്കെ തീരുമാനം നാളെ മാശറയിലെടുക്കും. നിങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞ ആ കള്ളമുണ്ടല്ലോ, അത് നിങ്ങളുടെ മറ്റവയവങ്ങൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടും. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത് സത്യം, വല്ലാഹി ഹഖൻ അല്ലേ, അള്ളാൻ്റെ പേരിലല്ലേ ഞങ്ങനെ സത്യം ചെയ്യേണ്ടി വന്നാൽ സത്യം എന്ത് സത്യം ചെയ്യണേ? എന്തിനാ ഈ കള്ളത്തരം കാട്ടുന്നത്? ഇങ്ങനെ വിശ്വാസമില്ലാത്തവരൊപ്പം എന്തിനാണ് ഇടപാടിന് നിൽക്കുന്നത്? സത്യം പോയി പണിയാക്കാൻ പറയാ. സത്യം എന്ന് പറഞ്ഞാൽ സത്യം, അള്ളാണ് സത്യം, സത്യമായിരിക്കണം. അള്ളാൻ്റെ പേരിൽ സത്യം ചെയ്യാൻ സത്യമായിരിക്കണം. ഇവിടെ അള്ളാൻ്റെ പേരിൽ സത്യം ചെയ്യാൻ ഈ പറയപ്പെട്ട മഖ്ലൂക്കീങ്ങൾക്കൊന്നും ഒരു പേടി ഉണ്ടാവില്ല. കാര്യം എന്താണെന്നറിയോ? ഇവിടെ പ്രശ്നമല്ലോ. നേരെ മറിച്ച് കമ്മുസൂപ്പിൻ്റെ അവിടെ പോയിട്ട് സത്യം ചെയ്താൽ കമ്മുസൂപ്പി കണ്ണ് ചൂന്നെടുക്കും എന്നറിയും. അള്ളാൻ്റെ പേരിൽ സത്യം ചെയ്താലോ അള്ള വിഷയമല്ല, ഹല്ലിബല്ലേ. സഹോദരന്മാരെ, ഇന്ന് ഇങ്ങനെയും ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വിഷയം വേറെയുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. രണ്ട് കാറ്റഗറി ആയതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് സത്യമായിട്ട് മനസ്സിലാക്കുവാനും സത്യമായിട്ട് പറയുവാനും കള്ളം പറയാതെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ കള്ളം പറയാതിരിക്കുവാൻ, അതായത് എന്ത് തന്നെ നേരിടേണ്ടി വന്നാലും ചിലപ്പോൾ വധിക്കപ്പെട്ടേക്കാം, എന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന കൊല്ലാൻ അത് അടുത്തറിയുന്ന ആളുകളെടുത്ത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ സജ്ജീകരിക്കുക. നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും സത്യം കൈവിടാതിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നാം ഇവിടെ
തല പോയാലും എന്നുള്ള ആ വാക്ക് പറഞ്ഞത്. നമ്മളൊരു വിഷയത്തിൽ കള്ളം പറയുകയാണ്, നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനോ അല്ലെങ്കിൽ നമ്മുടെ തടി രക്ഷപ്പെടുത്താനോ പറയുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാല ദുനിയാവിൽ കുറച്ച് കാലം നമ്മൾ രക്ഷപ്പെട്ടിട്ട് നാളെ അള്ളാൻ്റെ കോടതിയിലെത്തുമ്പോൾ ഒന്ന് അല്ലല്ലാത്തവരെ പേരിൽ സത്യം ചെയ്ത അതിൻ്റെ റേഞ്ച് എന്താണ്, അതിൻ്റെ ഹുക്കം എന്താണെന്നുള്ളത് ബുദ്ധിയും ബോധം അന്തമുള്ള പണ്ഡിതന്മാരോട് പോയി ചോദിച്ചു നോക്കി. അല്ലല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാതിരിക്കുക, അല്ലല്ലാത്തതിൻ്റെ ഒന്നിൻ്റെ പേരിലും സത്യം ചെയ്യാതിരിക്കുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുക. 1. 2, തല കണ്ടിക്കുമെന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ ഭയപ്പെടുന്നു എങ്കിൽ കള്ളം പറയാതിരിക്കുക, സത്യം പറയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സത്യമായിട്ട് പറയുവാനും അത് മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.